ചില വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കൂൺ റോസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റിനൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെയും കൂടി ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് വളരെ ഒരു കുറഞ്ഞ അളവ് മാത്രമേ ഉള്ളൂ. ഒരു 200 ഗ്രാമിനടുത്ത് കൂണാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കനം കുറഞ്ഞ അരിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ളത് ഏകദേശം 1 ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. കൂടി ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഒന്ന് നന്നായിട്ട് വഴണ്ട പാകമായി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ കറി ജീരകം പൊടിച്ചിട്ടുള്ള പൊടിയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി, നിങ്ങൾക്ക് പിരിയൻ മുളകായിട്ട് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ഒരു ചെറു തീയിലിട്ടിട്ട് തന്നെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ പാകമായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. അത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചേർക്കുമ്പോഴാണ് ഇതിനുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ അടച്ച് വെച്ചിട്ട് തക്കാളിയെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ പാകമായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് നല്ല വൃത്തിയിൽ കഴുകി വെച്ചെടുക്കുന്ന നമ്മുടെ കൂൺ ചേർത്ത് കൊടുക്കണം. മുഴുവൻ കൂണും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ മസാലയായിട്ട് ഈ കൂണും നന്നായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ കുറച്ച് സമയം നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. കൂണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് പാകമായി കിട്ടും. ഇതിപ്പം നല്ല രീതിയിൽ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട. ഡ്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയാണ് ഇതിനകത്തുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതിന് ശരിക്കും ആ ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ബട്ടർ, സാൾട്ടഡോ അൺസാൾട്ടഡോ ആയിട്ടുള്ള ബട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ടുള്ള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കൂൺ റോസ്റ്റിന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ബട്ടറിൽ ശരിക്കും നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വരുമ്പോഴാണ് ശരിക്കും നല്ലൊരു ടേസ്റ്റും ആ ചെറുനാരങ്ങയുടെ നീരൊക്കെ യോജിക്കുമ്പോൾ ശരിക്കും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് പാനിനകത്തോട്ടേക്ക് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നത് പോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കളറൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് നല്ല പാകത്തിന് ഇത് റെഡിയായി കിട്ടും. ശരിക്കും നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും വളരെ സിമ്പിളാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുള്ള ഒരു കൂൺ റോസ്റ്റിൻ്റെ കഴിച്ചവർക്കറിയാം അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആ സെയിം ഫ്ലേവറിൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.